അപ്പു എവിടെയാണ്? അവൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് അവളുടെ കാര്യത്തിൽ താനും മറ്റുള്ളവരും എന്നോട് കള്ളം പറഞ്ഞത്? ഈ 3 ചോദ്യങ്ങൾക്കും എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് ഉത്തരം കിട്ടിയേ പറ്റൂ. എനിക്കതറിയണം. ഞാനൊന്ന് പുറത്തുപോയി തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തൻ്റെ പക്കൽ ഉണ്ടാവണം. കേട്ടല്ലോ? എന്തായാലും മുരളിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയത് നന്നായിന്നേ ഞാൻ പറയൂ. അതുപോലെ തന്നെ മാളുവും അതനുസരിക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ. അതുകൊണ്ടെന്താ, ഇപ്പൊ 2 പേരുടെയും പിണക്കമൊക്കെ മാറി പഴയതിലും നല്ല കൂട്ടായി കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു നിമിത്തമായിരിക്കും. 2 പേരുടെയും തെറ്റിദ്ധാരണ മാറ്റാൻ ഈശ്വരനായിട്ടൊരു വഴി കണ്ടതാവും. അതെ, അങ്ങനെ തന്നെയാണെന്നാ എനിക്കും തോന്നുന്നത്. അയ്യോ, നടക്കേണ്ടിയിരുന്നില്ല ജോബിൻ, ഞാൻ മുറിയിലേക്ക് വരുമായിരുന്നല്ലോ. ഏയ്, എത്രയെന്ന് കരുതിയ റൂമിൽ അങ്ങനെ കിടക്കുന്നേ? ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെയൊക്കെ വന്നിരിക്കുമെങ്കിൽ. നടക്കുമ്പോ പെയിനൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഒട്ടുമില്ല. നടക്കാതിരുന്നാലാ ഡോക്ടർക്ക് അസ്വസ്ഥത എന്നാ പറയാറ്. പിന്നെ വിജയങ്ങളുടെ വിശേഷം എന്തൊക്കെ? ഗീതാൻറ്റി പിന്നെ വിളിച്ചിരുന്നു അങ്കിളിനെ? രാവിലെ വിളിച്ചിരുന്നു. ഏതായാലും VP തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോ ആൾക്കൊരു സമാധാനമായി. എന്നാലും വിജയ് ഇത് എവിടെ പോയതായിരുന്നു? ആ മെന്റൽ കെയർ ഹോസ്പിറ്റൽ എങ്ങാനും പോയതായിരിക്കുമോ? ഏയ്, അങ്ങനെയാകാൻ വഴിയില്ല. ഗീത ഇന്നലെ അവിടുത്തെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിരുന്നു എന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് മുൻപ് എവിടെയെങ്കിലും പരിചയമുള്ള സ്ഥലത്ത് അപ്പുവിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയതായിരിക്കുമെന്ന്. അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഏതായാലും ഞാൻ ഗീതയോട് പറഞ്ഞിട്ടുണ്ട്, VP അതേക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോഴല്ലാതെ ഒന്നും അങ്ങോട്ട് ചോദിക്കരുതെന്ന്. എനിക്കും വിജയെ പോയെന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോ വിജയ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന എന്റെ പേടി. തൽക്കാലം അത് വേണ്ടെന്ന് ഞാൻ പറയൂ. VPയുടെ ചോദ്യങ്ങളെ ഭയന്നാ ഞാനും അങ്ങോട്ട് പോവാത്തത്. എന്തായാലും പാസ്റ്റിനെ കുറിച്ച് VPന്ന് ഒരു എൻക്വയറി ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ. ഉറപ്പായും VP അങ്കിൾ അത് ചോദിക്കും അച്ഛാ. എന്നെ കാണുമ്പോഴൊക്കെ അപ്പുവിന്റെ കാര്യത്തെക്കുറിച്ച് അങ്കിള് കൂടുതലും ചോദിക്കാറ്. അപ്പുവിന്റെ കാര്യത്തില് നമ്മൾ എന്തൊക്കെയോ ഒളിക്കുന്നതായിട്ട് അങ്കിളിന് നല്ല സംശയമുണ്ട്. അങ്കിള് പറഞ്ഞതാ ശരി. തൽക്കാലം മമ്മിയും വിജയങ്ങളിനെ വിസിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കഴിയുന്നിടത്തോളം ഗീതാൻറ്റി മാനേജ് ചെയ്യട്ടെ എന്ന് വെക്കണം. എന്നാലും എത്ര നാളാ മുരളി ഇതൊക്കെ വിജയിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റുന്നത്? ഒരുപാട് നാൾ ഗീതയ്ക്കും നമുക്കും ഒന്നും വിജയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ശരി തന്നെയാ. എന്നാലും പെട്ടെന്നൊരു വെളിപ്പെടുത്തൽ VPയെ ശാരീരികമായും മാനസികമായും ബാധിക്കും. കഴിയുന്നതും അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാതെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നീട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും ഒരു പരിധിവരെ നല്ലത്, അല്ലേ ജോബിൻ? അതെ അങ്കിൾ, അത് തന്നെയാ നല്ലത്. പിന്നെ എത്രയൊക്കെ ആയാലും അപ്പുവിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ അങ്കിളിൻ്റെ ഭാഗത്തുനിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവുമല്ലോ. ഒരു കണക്കിന് അങ്കിളായിട്ട് തന്നെ മുൻകൈ എടുത്ത് അത് കണ്ടുപിടിക്കുന്നത് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പുവിന് സംഭവിച്ച എന്താണെന്ന് സ്വയം കണ്ടെത്തുമ്പോൾ അതിനെ നേരിടാൻ മാനസികമായിട്ട് ആളൊന്ന് സ്വയം പ്രിപ്പയർഡ് ആവുകയും ചെയ്യും. റിയാലിറ്റി എന്താണെന്ന് മറ്റൊരാൾ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനിപ്പോ പോകുന്ന വഴി VP അങ്കിളിനെ കാണാൻ കയറുന്നുണ്ടോ? കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ VPയെ പേടിച്ചിട്ട് തന്നെ അതിപ്പോ വേണ്ടാന്ന് വെക്കുക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ജോബിൻ, ഞാൻ ഇറങ്ങാണ്. ശരി ടീച്ചറെ. റൂമിലേക്ക് പോണോ ജോബിൻ? വേണ്ട അമ്മേ, കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. എന്താ മോളെ, എന്താ നിനക്കെന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്താ മാളു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അരുൺ ഭാസ്കർ പിന്നെ എന്നെ വിളിച്ചിരുന്നു. എന്താ അവൻ എന്താ നിന്നോട് പറഞ്ഞത്? നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? മോശമായിട്ടൊന്നും സംസാരിച്ചില്ല, പക്ഷെ അയാൾ എല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാ എന്തറിഞ്ഞു?
ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. എന്നെ വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞ കാര്യത്തിലാ എനിക്ക് സംശയം തോന്നുന്നത്. എന്താവും പറഞ്ഞത്? ഡോക്ടർക്ക് ആക്സിഡന്റ് പറ്റിയ കാര്യത്തെക്കുറിച്ച് അയാൾ സംസാരിച്ചത്. അതും ഒരു വല്ലാത്ത രീതിയിൽ അർത്ഥം വെച്ച്. ഡോക്ടറെ 2 വീലറാണ് ഇടിച്ചതെന്നും അതും റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോഴാണെന്നും അയാൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. അയാളുടെ സംസാര രീതി വെച്ച് നോക്കുമ്പോൾ ഡോക്ടറെ ഇടിച്ചത് അയാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അച്ഛാ. അങ്ങനെ എന്തെങ്കിലും സൂചന അവന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നോ? അതെ, എനിക്കങ്ങനെ ശരിക്കും ഫീൽ ചെയ്തു അച്ഛാ. ഇനിയും വളരെ സൂക്ഷിച്ച് നടക്കാനൊക്കെ ഡോക്ടറോട് പറയണമെന്നൊരു ഉപദേശം കൂടി ആയപ്പോ എന്തോ അയാൾക്കിതിൽ കാര്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് തോന്നുക. അത് ശരി. അപ്പൊ ഇതുകൊണ്ടൊന്നും അവൻ ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അച്ഛന് ഇത് അയാളോട് ചോദിക്കാനൊന്നും പോണ്ട. ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അച്ഛനോട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അയാൾ തന്നെയാണോ ചെയ്തതെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ആരും വിളിച്ച കാര്യം ജോബിനോടോ ടീച്ചറിനോടോ പറഞ്ഞോ? ഇല്ല, അച്ഛനോട് സംസാരിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. തൽക്കാലം ഇത് നമ്മൾ രണ്ടാളും അറിഞ്ഞാൽ മതി. ടീച്ചറിനോടും ജോബിനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് സൂചിപ്പിച്ചാൽ മതി. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു ശല്യം ഉണ്ടാകാത്ത രീതി അച്ഛൻ ഇത് ഹാൻഡിൽ ചെയ്തോളാം. അച്ഛാ, എന്ന് കരുതി അച്ഛൻ അയാളോട് വഴക്കിനൊന്നും പോരുത്. ശേ, ഇല്ലെന്നേ. ഞാൻ അയാളോട് സംസാരിക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോള് സമാധാനമായിട്ടിരിക്കുക. അച്ഛൻ പോയിട്ട് വിളിക്കാം. ഞാൻ ഇറങ്ങട്ടെ. ശരി. ഗീത, ഗീത, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ബി പി, എനിക്ക് എന്തുകൊണ്ടാണ് ബി പിയോട് അങ്ങനെ പറയേണ്ടി വന്നതെന്ന്. നോ ഗീത, എനിക്കിനി തന്നിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷനും കേൾക്കണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഇനി എൻ്റെ ചോദ്യത്തിന് കൺവിൻസിംഗ് ആയൊരു ഉത്തരം തന്നിട്ട് മതി. പിന്നെ താനിപ്പോൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ എന്നോട് കള്ളം പറയേണ്ടി വന്നതെന്ന്. അതിന് താനായിട്ട് പറയണമെന്നില്ല. എന്നിൽ നിന്ന് ഒളിക്കാനുള്ളതെല്ലാം താൻ ഒളിച്ചില്ലേ? ഇനി അത് കണ്ടെത്താനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. അതിനി മറ്റാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. പിന്നെ നമ്മുടെ ആ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, മിസ്റ്റർ നന്ദകുമാർ, അയാളുടെ നമ്പറൊന്ന് ഇപ്പം തന്നെ എനിക്ക് സെൻഡ് ചെയ്യണം. എനിക്ക് അയാൾ ഇപ്പം തന്നെ കാണണം. ഞാൻ അയാളെ കാണാൻ വരുന്നുണ്ടെന്ന് താൻ ഇപ്പം തന്നെ അയാളെ വിളിച്ചറിയിക്കുന്നത് എനിക്കറിയാം. ആയിക്കോളൂ. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അയാളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്നോട്ടെ. പക്ഷേ പറയുമ്പോൾ ഒരു കാര്യം കൂടി അയാളോട് പറയാൻ മറക്കരുത്. ജീവിതത്തിൽ നിന്ന് 1.5 കൊല്ലം മാഞ്ഞു പോയെന്ന് വെച്ച് വിജയ് പണിക്കരെ അത്ര എളുപ്പത്തിൽ ആർക്കും മണ്ടറാക്കാൻ പറ്റില്ല. അല്ല, ഞാനത് അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചതെന്നും അവൾ എവിടെ ഉണ്ടെന്നും ഞാൻ കണ്ടുപിടിച്ചോളാം. അത് തടയാൻ പറ്റുന്ന വഴികളൊക്കെ താനും ശ്രമിച്ചോ. ഈ മത്സരത്തിൽ ആരാ ജയിക്കാൻ പോകുന്നെന്ന് നമുക്ക് നോക്കാം. ബി പി, ഇല്ലേ ബി പി, ഞാൻ ആരെയും ഒന്നും വിളിച്ചറിയിക്കാൻ പോകുന്നില്ല. ഒന്നും തടയാനും ശ്രമിക്കില്ല. ബി പിക്ക് അറിയാവുന്ന വഴികളിലെല്ലാം ബി പി ശ്രമിച്ചു നോക്ക്. അന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം തുടരാം. പക്ഷേ ബി പി എത്ര ശ്രമിച്ചാലും ഒടുവിൽ ജയിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ. ഗുഡ് ലക്ക് ഗീത. അശ്വതി, അശ്വതി. ഓ, അവള് കുളിക്കുകയാണല്ലോ. ഞാനതങ്ങ് മറന്നു.
അല്ല, പണിക്കരെന്താ ഈ സമയത്ത് ഇവിടെ? അതെന്താ ഇന്ദിരാമ്മേ, എനിക്ക് ഈ സമയത്ത് ഇവിടെ വന്നൂടെ? അല്ല, മുരളിയില്ലേ ഇവിടെ? മുരളി ഇവിടെ ഇല്ല, കൊച്ചിന്റെ വീട് വരെ പോയിരിക്കുക. കൊച്ചിന്റെ വീടോ? അതെ, മാളുവിനെ കെട്ടിച്ചു വിട്ട വീടേ, ഡെയ്സി ടീച്ചറിന്റെ. ഓ, ഡെയ്സിയുടെ വീട്ടിൽ പോയതാണോ? മാളിപ്പോ അവിടെയാണോ? അതെ, അവള് പോയിട്ട് 2 ദിവസമായി. അല്ല, പണിക്കരെന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ ഞാൻ മാളൂരൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അവളെ കണ്ടിട്ടിപ്പോ എന്തിനാ? അല്ല, അപ്പൂന്റെ ഒരു കാര്യം ചോദിക്കാനാ. അപ്പൂന്റെ കാര്യോ? എന്താ പണിക്കർക്ക് അറിയേണ്ടത്? അപ്പൂനെ 2 ദിവസമായിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഗീതയാ പറഞ്ഞത് ചിലപ്പോ മാളൂന്റെ കയ്യില് അവളുടെ മറ്റൊരു നമ്പർ കാണുമെന്ന്. അതൊന്നും മാളുവിന്റെ കയ്യിൽ കാണാൻ യാതൊരു വഴിയില്ലല്ലോ പണിക്കരെ. അത് ചിലപ്പോ ഇന്ദിരാമ്മയ്ക്ക് അറിയാത്തതാണെങ്കിലോ? എന്തായാലും മാളു ഇവിടെ ഇല്ല. പണിക്കർക്ക് വേണമെങ്കിൽ ഞാൻ അവളുടെ നമ്പർ തരാം. വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാലോ ഞാൻ പറഞ്ഞത് ഉള്ളതാണോ ഇല്ലയോ എന്ന്. എങ്കിൽ ശരി, മാളൂന് നമ്പർ തന്നോളൂ. അല്ല, അത് പണിക്കരുടെ കയ്യിലുണ്ടാവുമല്ലോ. ഉണ്ടായിരുന്നു, എന്റെ ഫോൺ ചീത്തയായിപ്പോയി. ഇപ്പൊ പുതിയ വാങ്ങിച്ചിരിക്കുക. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഫോൺ എടുത്തോണ്ട് വരാം. അല്ല, പണിക്കര് മോളെ കാണാൻ പോയില്ലേ? അതിന്റെ ചികിത്സയൊക്കെ എവിടെ വരെയായി? ചികിത്സയോ? അപ്പൂനോ? അപ്പൂനിപ്പോ അസുഖമൊന്നും ഇല്ലെന്നാണല്ലോ ഗീത പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആ, പണിക്കർക്ക് ഇപ്പൊ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. ആരാമേ? പണിക്കരാ. മാളുവിനെ തിരക്കി വന്നതാ. ഞാൻ പറയായിരുന്നു അവള് ടീച്ചറിന്റെ വീട്ടിലാണെന്ന്. ബിപേട്ടൻ തനിച്ചാണോ വന്നത്? ഗീതേച്ചി എവിടെ? എനിക്കിവിടെ വരാൻ ഗീതയുടെ കമ്പനി എന്തിനാ? അയ്യോ, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. ഞാൻ കരുതി രണ്ടാളും ഒരുമിച്ചായിരിക്കും വന്നതെന്ന്. എന്താ ബിപേട്ട പതിവില്ലാതെ? അല്ല, നിങ്ങളാരും അങ്ങോട്ട് വരാറില്ലല്ലോ. മമ്മദ് മലയുടെ അടുത്ത് വന്നില്ലെങ്കിൽ മല മമ്മദിന്റെ അടുത്ത് വരണമെന്നാണല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് എല്ലാരും ഒന്നും കാണാന്ന് കരുതി. രാവിലെ മുരളി ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. കണ്ടിട്ട് കുറച്ചായേ. മുരളിയേട്ടൻ ടീച്ചറുടെ അങ്ങ് വരെ പോയിരിക്കുക. ഓ, ഇന്ദിരാമ്മ പറഞ്ഞു. അല്ല, അപ്പൂനെന്തോ അസുഖം ഉണ്ടെന്ന് ഇന്ദിരാമ്മ പറഞ്ഞു. എന്താ ശ്രുതി? ഞാൻ ആ കാര്യമൊന്നും പറഞ്ഞില്ല. ഗർഭപാത്രത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ മാളു പറഞ്ഞത്. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അമ്മ പോയി ബിപേട്ടനോട് ചായ എടുത്തേ. ആ, ഇന്ദിരാമ്മ അവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടെന്നേ. അല്ല, ബിപേട്ടൻ കുറച്ചു നാൾ കൂടി വന്നതല്ലേ. ചെല്ലമേ. അശ്വതി, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഒന്നുമില്ല ബിപേട്ടാ, അപ്പൂനൊരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറച്ചു നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അത് ബിപേട്ടൻ മറന്നുപോയിട്ടാ ആ കാര്യം അമ്മ പറഞ്ഞത്. അത് പണ്ട് സംഭവിച്ചാണെങ്കിൽ ഇന്ദിരാമ്മ ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. പണ്ടത്തെ കാര്യം തന്നെ അമ്മ ഉദ്ദേശിച്ചത്. അശ്വതി, മുരളി ഇപ്പൊ എന്താ അങ്ങോട്ട് വരാത്തത്? വരണമെന്ന് ഞങ്ങൾ എപ്പോഴും വിചാരിക്കും. പിന്നെ ഇവിടെ മാളുവിന്റെ കാര്യം അറിയാലോ, അങ്ങനെ ഓരോ തിരക്കുകള്. അതെ അതെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഗീതയെ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. മുരളിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു ബിപേട്ടാ. ശരി, മുരളി വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ മതി. പറ്റിയാൽ വീട് വരെ ഒന്ന് വരാൻ മുരളിയോട് പറയൂ. എനിക്ക് ചില കാര്യങ്ങൾ മുരളിയോട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാ. മുരളിയേട്ടൻ വരുമ്പോ ഞാൻ പറയാം. ശരി, എന്നാ അല്ല, ചായ കുടിച്ചിട്ട് പോവാൻ ബിപേട്ടാ. വേണ്ട, വെറുതെ എന്തിനാ ഇന്ദിരാമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ, ബി പി തനിച്ചാണോ വന്നത്? അതെ, എന്തു പറ്റി? അല്ല, ഇപ്പൊ റെസ്റ്റിലല്ലേ? തനിച്ചൊക്കെ ഇറങ്ങി നടക്കാറായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ മുരളി, എനിക്ക് അതിന് മാത്രം വലിയ അസുഖമൊന്നുമില്ല. ഇടയ്ക്ക് എന്തോ പ്രഷർ കയറിയപ്പോ നമ്മുടെ ഹൃദയം ഒന്ന് പ്രതിഷേധം അറിയിച്ചെന്നേ ഉള്ളൂ. ഇനി അവന് പിണങ്ങാൻ ഒരു അവസരം ഉണ്ടാക്കാതെ നോക്കാനേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അതിന് നിങ്ങളെല്ലാരും കൂടി എന്നെ ഒരു ഹൃദയരോഗിയാക്കി മാറ്റാൻ തുടങ്ങിയാൽ എങ്ങനെയാ? അല്ല, താനെന്താ ഇത്ര രാവിലെ മാണുവിനെ കാണാൻ പോയത്? അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? മാണുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അവള് സുഖമായിട്ടിരിക്കുന്നു. ബി പി വെറുതെ വന്നതാണോ? അതേടോ,
നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളല്ല വർഷങ്ങളായതുപോലെ. മാളു ഹോസ്പിറ്റലിൽ വെച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല മുരളി. സത്യ മുരളി ഞാൻ പറഞ്ഞത്. എടോ, അപ്പവും മാളും ഡിഗ്രി കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ അവൾക്കൊരു ബുള്ളറ്റ് എടുത്തു കൊടുത്തത്? തനിക്ക് ഓർമ്മയില്ലേ അത്? അപ്പു ലൈസൻസ് എടുത്തതിന് തൊട്ടടുത്ത മാസം അപ്പുവിൻ്റെയും മാളുവിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അന്ന് കുട്ടികൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റായി താനല്ലേ അതിന്റെ കീ അപ്പുവിന് ഗിഫ്റ്റ് ചെയ്ത്? അതെ, അതൊക്കെ 3-4 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാ വി പി. അത് നിങ്ങൾക്ക്. എനിക്കതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. ആ ബർത്ത്ഡേയും അതിൻ്റെ അടുത്ത ബർത്ത്ഡേയും നമ്മളെല്ലാവരും കൂടി ചേർന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? അപ്പുവിൻ്റെ ബൈക്കിന് പിന്നിലിരുന്ന് മാള് കോളേജിൽ പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടികളുടെ കല്യാണക്കാര്യത്തെ പറ്റി നമ്മൾ ആ സമയത്തൊന്നും ചർച്ച ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു, അല്ലേ? ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും കുട്ടികളുടെ കോഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അതും പോരാഞ്ഞിട്ട് മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞ് അവളിപ്പോൾ അമ്മയാവാൻ പോകുന്നു. അപ്പോൾ വീട് വിട്ടു നിന്ന് പഠിക്കുന്നു. എനിക്കിതൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് മുരളി തോന്നുന്നത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല മുരളി. വി പി പറയാതെ തന്നെ എനിക്കതൊക്കെ ഊഹിക്കാനാവുന്നുണ്ട്. വി പിക്ക് ഇങ്ങനെ ഒരു മെമ്മറി ലോസ് ഉണ്ടാവുമെന്ന് നമ്മളാരും വിചാരിച്ചതല്ലല്ലോ. സാരമില്ല, അതൊക്കെ പതുക്കെ ശരിയാവുന്നേ. വി പി വിഷമിക്കണ്ട. സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ എൻ്റെ മനസ്സെങ്ങനെയാണെന്ന് മറ്റാർക്കും അറിയില്ല മുരളി. ഈ ഒരു ബ്ലാക്ക് ഔട്ട് കൊണ്ട് എനിക്ക് മിസ്സാവുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ തുടർച്ച മാത്രമല്ല, എൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും കണ്ടിന്യൂറ്റി കൂടിയാണ്. ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും തിരികെ വീട്ടിലെത്തിയപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും ദിവസമായിട്ടും താനോ അശ്വതിയോ എന്തുകൊണ്ട് എന്നെ ഒന്ന് കാണാൻ വന്നില്ല എന്ന്. നമ്മൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുരളി ജീവിച്ചത്, അല്ലേ? അതിനിപ്പോ ഞങ്ങൾ കാണാൻ വരാത്തത് കൊണ്ട് ബി പി വേറൊന്നും വിചാരിക്കണ്ട. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഡൽഹിയിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയതാ. വിചാരിച്ചാലും കൂടുതൽ ദിവസങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. തിരിച്ചെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് കരുതിയപ്പോഴാ ഓഫീസിലെ ചില കോംപ്ലിക്കേഷൻസ്. പിന്നെ അശ്വതി വരാഞ്ഞത് ബി പി ഈ അവസ്ഥയിൽ കാണാനുള്ള വിഷമം കൊണ്ടാ. ഞങ്ങൾ ഒരുമിച്ച് ഇന്നോ നാളെ വീട്ടിലേക്ക് വരാതിരുന്നതാ ബി പി. ഏയ്, നിങ്ങൾ വരാത്തതിലുള്ള പരിഭവം പറഞ്ഞതൊന്നും അല്ല ഞാൻ. താൻ അങ്ങനെ കാണുകയും വേണ്ട. എന്നാലും ഈ പറഞ്ഞത് മാത്രമാണോ കാരണങ്ങൾ എന്നറിഞ്ഞാൽ കൊള്ളാം. അല്ലാതെ വേറെന്താ? വേണ്ട മുരളി, ഇനി താനും കൂടി എൻ്റെ മുന്നിൽ അഭിനയിക്കില്ലേ? ചുറ്റുമുള്ളവരുടെ അഭിനയവും പരിങ്കലൊക്കെ കണ്ട് ഇപ്പൊ തന്നെ ഞാൻ ആകെ മനസ്സ് കലങ്ങി നിൽക്കുക. അതിൻ്റെ കൂടെ ഇനി താനും കൂടി വേണ്ടടോ. ഗീത പറഞ്ഞു നമ്മൾ 2 ഫാമിലിയും തമ്മിൽ ഇപ്പൊ പണ്ടത്തെ പോലെ അത്ര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാന്ന്. അപ്പുവാണ് അതിന് കാരണക്കാരിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ അത്ര അടുപ്പത്തിലല്ലെങ്കിലും അപ്പനും മാളവനും അങ്ങനെ തമ്മിൽ അകന്നു കഴിയാൻ പറ്റുമോ? അതിപ്പം അതിലൊരാളുടെ കല്യാണം കഴിഞ്ഞാൽ പോലും. വി പി വിചാരിക്കും പോലെ നമ്മൾ തമ്മിൽ അത്ര അകൽച്ചയൊന്നും ഇല്ലെന്നേ. പിന്നെ അപ്പുൻ്റെ മാളുവിൻ്റെ കാര്യം, മാളുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് കരുതി കുട്ടികൾ ഇപ്പോഴും നല്ല കൂട്ടാ. മുരളി, ഞാനൊരു കാര്യം ചോദിച്ചാ താ സത്യം പറയൂ? അപ്പു ഇപ്പൊ എവിടെയാണ്?